ബിഗ് ബോസ് സീസൺ 6 അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പവർ റൂമിൽ കയറാനുള്ള ടാസ്ക് കടന്നു. എന്നാൽ ഈ പവർ റൂമിൽ കയറാൻ വേണ്ടി നടന്ന ടാസ്ക് വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു. കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നു ഡേഞ്ചർ കോയിൻ എന്ന് പറയുന്ന ഒരു കോയിന് മത്സരാർത്ഥികളുടെ ദേഹത്ത് പതിപ്പിച്ച് ആരാണോ ബസറടിക്കുമ്പോൾ ആരുടെ ദേഹത്താണോ ആ കോയിൻ ഉള്ളത് ആ വ്യക്തി ഔട്ടാവും എന്നതായിരുന്നു ടാസ്ക്. നല്ല രീതിയിൽ തന്നെ ടാസ്ക് കളിച്ചു. ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഫിസിക്കൽ അസാൾട്ട് ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലൊരു അടിയും ബഹളവും ഒക്കെ ആദ്യ റൗണ്ടിൽ തന്നെ നടന്നു. കാരണം ജിൻഡോ ആണെങ്കിൽ ഇത് പിടിച്ചു വെച്ചൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് തന്നെയാണ്. അങ്ങനെയൊക്കെയാണ് ഇത് കളിക്കേണ്ടത്. പക്ഷേ അവർ പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്നൊക്കെയാണ് പറയണേ. അപ്പൊ ജിൻഡോ ഇങ്ങനെ പിടിച്ചു വെച്ചു. എന്നിട്ട് ആ കോയിന് ഋഷിയുടെ ദേഹത്ത് വെച്ചു. അങ്ങനെ ഋഷി ഔട്ടായി. അന്നേരം തൊട്ട് ഋഷിക്ക് അങ്ങ് സോക്കേടാ. ഋഷി പറയുന്നത് അങ്ങനെയല്ല കളിക്കണ്ടേ, വേറെ രീതിയിലാണ് കളിക്കണ്ടേ, കാരണം മൂവി ഒട്ടിച്ചു വെച്ചാൽ മാത്രം മതി. അപ്പം എന്നിട്ട് ബിഗ് ബോസിനോട് ചോദിച്ചിട്ട് ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ആ റൗണ്ടിൽ ഋഷി ഔട്ടാകുകയും രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ആകുകയും അപ്പോഴത്തേന് ഗബ്രി അങ്ങ് ജിൻഡോ ചെയ്തത് തെറ്റാണ്, ഇങ്ങനെ ചെയ്താൽ ഞാനും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോയ്ക്ക് നേരെ അങ്ങ് തുള്ളിക്കളിച്ചുകൊണ്ടാണ് അടുത്ത റൗണ്ടിലേക്ക് ഗബ്രി എത്തുന്നത്. അടുത്ത ബസറടിച്ചു, ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പം ജിൻഡോ ഈ ഡേഞ്ചർ കോയിൻ എടുത്തുകൊണ്ട് ശരണ്യയുടെ ദേഹത്ത് ഒട്ടിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഈ ഗബ്രി കയറി വട്ടം പിടിക്കുന്നുണ്ട്. വന്നിട്ട് ജിൻഡോയെ കയറി പിടിക്കുന്ന സമയത്ത് ഈ കോയിൻ എടുത്തിട്ട് ജിൻഡോ ഗബ്രിയുടെ ദേഹത്ത് വെച്ചതുമല്ല. അപ്പോഴത്തേന് ഇങ്ങനെ കയറി പിടിച്ചിട്ട് എന്നെ പുറത്തൊട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോഴത്തേനാണെങ്കിൽ ഗബ്രി എന്ത് ചെയ്തു, ജിൻഡോയുടെ ഇവിടെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒരു വെപ്പുണ്ട് വെച്ചിട്ട് അങ്ങോട്ട് തള്ളുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ജിൻഡോയും ഗബ്രിയും കൂടെ മറിഞ്ഞങ്ങ് വീഴുക. പിന്നെ അവിടെ കടന്ന് പിടുത്തമാണ് കാണുന്നത്. അപ്പോഴത്തേന് തൊഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ജിൻഡോയെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഈ കുറ്റമല്ല ആരുടെ ദേഹത്തായി, ജിൻഡോയുടെ ദേഹത്തായി. ജിൻഡോ കുറ്റക്കാരനായി. അതെല്ലാം കഴിഞ്ഞിട്ട് പോട്ടെ, ഈ ജാസ്മിന്റെ കളിയോ, ഈ ജാസ്മിൻ കളിച്ച ടീം ഡൺ ടീം, അതായത് ജിൻഡോ, ജാസ്മിൻ, അസിബ, ഇവർ മൂന്നുമായിരുന്നു ടീം. എന്നാൽ ഈ കളിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു? ഗബ്രിക്ക് വേണ്ടി. വളരെ മോശമായിട്ടുള്ള ഒരു കളിയാണ് ഈ ജാസ്മിനോടെ കാണിച്ചത്. കാരണം ഗബ്രിയുടെ ടീമായ പവർ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി ജാസ്മിൻ കളിച്ച ഒരു കളി. ഇതിൻ്റെ ഇടയിൽ ശരണ്യ പോയി സിഗരറ്റ് റൂമിൽ ഒളിച്ചിരിപ്പുണ്ട്. അവിടെ വരെ എത്തിയ ജാസ്മിൻ ശരണ്യയെ കണ്ടില്ല. ശരണ്യയെ ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. കൃത്യമായിട്ട് അവിടെ പോയതാണ്, ശരണ്യയെ കണ്ടതാണ്. എന്നിട്ടും കണ്ണിൽ ഇരുട്ട് കയറി എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞേക്കുവാണ് ജാസ്മിൻ അവിടെ. ഇത് കണ്ടുപിടിച്ച് നന്ദന ഇതിനെതിരെ ഒരു വഴക്ക് വരെ ഉണ്ടാക്കുന്നുണ്ട്. എന്തുമായാലും ഇതൊരു വളരെ മോശമായിട്ടുള്ള ഒരു കളി തന്നെയാണ് ജാസ്മിൻ കളിച്ചത്. കാരണം സ്വന്തം ടീമിൽ ഇരുന്നുകൊണ്ട് ഒറ്റിക്കൊടുക്കുക, സ്വന്തം ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടി കളിക്കുക, ഗബ്രിയെ ജയിപ്പിക്കാൻ വേണ്ടി കളിക്കുക. ഇതൊരു മോശമായിട്ടുള്ള ഒരു കളി തന്നെയാണ് അവിടെ കളിച്ചത്. എന്തുമായാലും പവർ ടീമായിട്ട് നിലവിലെ പവർ ടീം ഗബ്രിയുടെ പവർ ടീം തന്നെ കയറിയിരിക്കുകയാണ്. ഗബ്രിക്ക് സന്തോഷമായിട്ടുണ്ട്. ഇനി രാത്രി കരയത്തില്ല, കാരണം ജാസ്മിൻ ആണല്ലോ വിജയിപ്പിച്ചത് എന്ന് ആശ്വസിക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻ്റ് അടിക്കുക. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും ബൈ ബൈ.